അഖിൽ മാരാർ തീ കൊളുത്തി വിട്ട ഒരു വിവാദം അതിങ്ങനെ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അഖിൽ മാരാർ പറയുന്ന ബിഗ് ബോസിലേക്ക് വരുന്ന സ്ത്രീകളെ പലരും ചൂഷണം ചെയ്യുന്നു, അതിൽ 2 പേരെ പുറത്താക്കണം, എന്നാൽ മാത്രമേ ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ടാകത്തുള്ളൂ. സത്യത്തിൽ അഖിലിന് വേണമെങ്കിൽ ഇവിടെ മിണ്ടാതിരിക്കാമായിരുന്നു. കാര്യം അഖിലിനെ ബാധിക്കുന്നൊരു കാര്യമേ അല്ലത്. അഖിൽ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ സംസാരിച്ചത് അല്ലേ. അതിൽ തെറ്റ് ചെയ്തവർ പുറത്തേക്ക് പോകണം, ബിഗ് ബോസ് എന്ന ഷോ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, ഇതാണ് അഖിൽ ആഗ്രഹിച്ചത്. പക്ഷേ ഇവിടെ ഇപ്പോൾ അഖിലിനിട്ട് പണി കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം കഴിഞ്ഞ സീസണിൽ അഖിൽ മാരാറിനെ അവിടെ ബിഗ് ബോസ് ഷോയിൽ കുറേ പേര് സേവ് ചെയ്ത് നിർത്തിയിരുന്നതാണ്. അതുകൊണ്ടാണ് അഖിൽ പുറത്തേക്ക് പോകാഞ്ഞത് എന്ന്. എന്തുകൊണ്ടാണ് ആ സമയത്ത് ഇവർ പ്രതികരിക്കാതെ വാഴയെ പോലെ ഇരുന്നത്? അങ്ങനെ വാഴകളായതുകൊണ്ട് തന്നെയാണല്ലോ അഖിൽ മാരാർ കപ്പടിച്ചത്. അങ്ങനെ വാഴകളായി മൂലലിരുന്നാൽ ചുണയുള്ള ആളുകൾ കപ്പടിച്ചെന്നൊക്കെ വരും. അതിന് കുരു പൊട്ടിയിട്ട് ഇപ്പോൾ ഒരു അവസരം നോക്കിയിരുന്ന് പ്രതികരിക്കുന്ന പോലാണ് എനിക്ക് തോന്നിയത്. ഒരു അവസരം നോക്കിയിരിക്കുമായിരുന്നു അഖിൽ മാരാർക്കെതിരെ എന്തെങ്കിലും പറയാൻ ഒരു അവസരം കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ട്. എനിക്ക് തോന്നുന്നൊരു കാര്യം, സീസൺ 5 ഏറ്റവും കൂടുതൽ പേഴ്സണൽ ഗ്രഡ്ജ് ഉള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് അത് റിനോഷ് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിക്കുന്നുണ്ട്. പക്ഷേ റിനോഷ് മാത്രമാണ് മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കുന്നത്. അത് റിനോഷിൻ്റെ ഒരു ഈഗോയാണ്. കാര്യം കഴിഞ്ഞ സീസണിൽ റിനോഷിൻ്റെ കപ്പടിക്കാൻ പറ്റിയില്ല, മാത്രമല്ല അഖിലിനെ പുറത്താക്കാൻ പറ്റിയില്ല. ഇതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് റിനോഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ റിനോഷ് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അഖിൽ ജുനൈസിനെ ഷോൾഡർ കൊണ്ട് തള്ളി. ആ ഒരു കാരണം ഉണ്ടായിട്ട് പോലും ജുനൈസിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു, അല്ലെങ്കിൽ മാപ്പ് കൊടുപ്പിച്ചു, പോട്ടെ എന്ന രീതി കൊടുപ്പിച്ചു. അതുകൊണ്ടാണ് അഖിലിനെ പുറത്തേക്ക് ആക്കാനത്. ഇത് കഴിഞ്ഞ് വീടിനകത്തോട്ട് കയറി വന്നപ്പോൾ നിങ്ങൾക്കെല്ലാം കൂടെ ശക്തമായി പ്രതികരിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? എൻ്റെ കൺമുന്നിൽ കണ്ടൊരു കാര്യമായിരുന്നു, കഴിഞ്ഞ സീസണിൽ ഈ ഒരു സംഭവം ഉണ്ടായതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? മിണ്ടാതെ വാഴയെ പോലെ മാറി ഇരുന്നിട്ട് ഇപ്പോൾ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അത് എനിക്ക് നല്ലതായിട്ട് തോന്നിയില്ല. ഇത് തന്നെയാണ് റിനോഷ് ബിഗ് ബോസിനും ചെയ്തുകൊണ്ടിരുന്നത്. അഖിൽ മാരാർ ജുനൈസിനെ ഷോൾഡർ കൊണ്ട് തള്ളിയത് വലിയൊരു ഫിസിക്കൽ അസോൾട്ടായിട്ട് തോന്നിയ റിനോഷിനെ എന്തുകൊണ്ടാണ് അനിയൻ മിഥുൻ വിഷ്ണുവിൻ്റെ പുറത്ത് കയറി ഇരുന്ന് മുട്ടുകൊണ്ട് റിബ് പൊട്ടിക്കാൻ നോക്കിയത് വലിയൊരു ഫിസിക്കൽ അസോൾട്ടായിട്ട് തോന്നാത്തത്? അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ന്യായവും മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റായിട്ട് തോന്നുന്നെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ് അല്ലേ. സ്വന്തം കാര്യങ്ങൾ തെറ്റല്ല ശരിയും, മറ്റുള്ളവർ ചെയ്യുന്നത് അത് തെറ്റ്. അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സീസൺ 5 ഏറ്റവും കൂടുതൽ ഈഗയുള്ള ഒരാൾ റിനോഷ് തന്നെയാണ്. കാര്യം റിനോഷിന് കപ്പടിക്കാൻ പറ്റിയില്ല, എന്തെങ്കിലും ചെയ്താൽ മാത്രമേ കപ്പടിക്കാൻ പറ്റൂ. അവിടെ സേഫായിട്ട് ഗെയിം കളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് റിനോഷ്. ആ ആൾ ഇപ്പോൾ വന്ന് നിന്നുകൊണ്ട് എന്തൊക്കെയോ പറയുന്നു. അഖിലിനെ അന്ന് പുറത്താക്കിയില്ല, അന്ന് ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ കൂട്ടു നിന്നുകൊണ്ടാണ്. കറക്റ്റാണ്, പല പ്രാവശ്യങ്ങൾ പല കാര്യങ്ങളും അഖിലിനെ പുറത്താക്കാൻ ഉണ്ടായിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ബിഗ് ബോസിനകത്തുള്ള മത്സരാർത്ഥിക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അതാണ് നിങ്ങളുടെ കഴിവ് കേട്ടത് ഞാൻ പറയും. നിങ്ങൾ ഗെയിം കളിക്കണം. നിങ്ങൾ മാറിയിരുന്ന് ലൈവ് കണ്ടുകൊണ്ടിരുന്നാൽ പോരാ, ഗെയിം കളിക്കണം. ഗെയിം കളിച്ചാൽ മാത്രമേ ഇതിനൊക്കെ നടപടി ഉണ്ടാവും. സീസൺ 4 റോബിനെ പുറത്താക്കാൻ ശക്തമായി തന്നെ റിയാസ് നിന്നു. എന്തുകൊണ്ട് അതേപോലെ ജുനൈസ് നിന്നില്ല? അല്ലെങ്കിൽ ജുനൈസെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ളവർ എന്തുകൊണ്ട് നിന്നില്ല? അത് നിങ്ങളുടെ കഴിവുകളല്ലേ. അതുപോലെ തന്നെ സീസൺ 5 റോബിനെ പിടിച്ച് പുറത്താക്കിയത് റോബിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. കാര്യം റോബിന് പറയാനുള്ള വാക്കുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ റോബിൻ എന്താണ് പറഞ്ഞത്? ഞാനിവിടെ ഈ ഷോ നടത്താൻ സമ്മതിക്കത്തില്ല, ദിസ് ഈസ് റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ് അവിടെ അലറി വിളിച്ച് ഇതെല്ലാം തല്ലി പൊട്ടിക്കും, നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോ നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അട്ടഹസിച്ചു. അതുകൊണ്ടാണ് ആ സ്പോട്ട് പിടിച്ച് പുറത്താക്കിയത്. കയ്യിലിരിപ്പ് കൊണ്ടാണ്. അല്ലെങ്കിൽ റോബിൻ പറയാമായിരുന്നു, ഒരു ക്യാമറ നോക്കി മയമായി സംസാരിക്കാമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എന്നോട് കാണിച്ചതല്ല ഇപ്പോൾ അഖിലിനോട് കാണിക്കുന്നത്, എന്തുകൊണ്ട് എന്ന് ചോദിക്കാം. അവിടെ അപ്പം ബിഗ് ബോസ് വിളിച്ച് പറയും. അവിടെ അഖിലിന് ഇപ്പം ജുനൈസ് ക്ഷമിച്ചു കൊടുത്തു, പക്ഷേ റിയാസ് ക്ഷമിച്ചില്ല. മാത്രമല്ല ഷോൾഡർ കൊണ്ട് ഇടിക്കുന്നു പറഞ്ഞതും ഒരാളെ കൈ കൊണ്ട് പിടിച്ച് തള്ളുന്നെന്ന് പറഞ്ഞ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ സമയത്ത് അവിടെ ഇരുന്ന റോബിൻ്റെ കൂടെ വേറൊരാൾ ഇരിപ്പുണ്ടായിരുന്നല്ലോ അല്ലേ, രജിസാർ ഇരിപ്പുണ്ടായിരുന്നല്ലോ. രജിസാറിന് പോലും തോന്നില്ലല്ലോ ഇത് വലിയ തെറ്റായിട്ട്. അഖിൽ പക്ഷേ ചെയ്ത് തെറ്റ് തന്നെയാണ്, പക്ഷേ പിടിച്ച് പുറത്താക്കത്തക്ക രീതിയിലുള്ള ഒരു ഫിസിക്കൽ അസോൾട്ട് അന്നോടെ ഉണ്ടായിട്ടില്ല. നമ്മുടെ ഒരു ഗെയിം നടക്കുമ്പോൾ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഉന്തും തള്ളും എന്ന രീതിയിലുള്ളായിരുന്നു ആ ഷോൾഡർ കൊണ്ടുള്ള തള്ളൽ. അല്ലാതെ കൈ കൊണ്ട് ഒരാളെ മനഃപൂർവ്വം ഉന്തി മാറ്റുക അല്ലെങ്കിൽ അടിക്കുക ഇതൊന്നും അല്ല അവിടെ ചെയ്തത്. അപ്പോൾ ഇതിന് ഈ ഒരു സമയത്ത് അവിടെ പല ആളുകളുണ്ടായിരുന്നു പ്രതികരിക്കാൻ കഴിയാതിരുന്നിട്ട് ഇപ്പോൾ വാഴകൾ വന്ന് നിന്ന് എന്തൊക്കെയോ പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. റോബിൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അഖിലിനെതിരെ എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടുമെന്നുള്ളത്. കാര്യം താൻ
ഞാൻ മാക്സിമം നാണം കെട്ടു. അത് സ്വന്തമായിട്ടുള്ള അല്ലറലും കൂവലും തൻ്റെ സ്വഭാവങ്ങൾ കൊണ്ട് തന്നെയാണ് നാണം കെട്ടത്. പക്ഷേ ആ ഒരു നാണക്കേട് കാരണം എങ്ങനെയെങ്കിലും അഖിലിനെയും കൂടെ എങ്കിൽ ആ ഒരു പാതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് റോബിൻ. അപ്പം അതിന് വേണ്ടി ഇപ്പം ഈനാൻ വെച്ചിക്ക് മരപ്പെട്ട് കൂട്ടുന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലാണ് എനിക്കിപ്പോൾ എന്തായാലും റോബിനും നമ്മളെ റിനോഷിനെയും കണ്ടപ്പോൾ തോന്നിയത്. കാര്യം അഖിൽമാരൻ എന്ന് പറഞ്ഞ വ്യക്തി എന്താണ് പറഞ്ഞത്? അഖിലിന് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ റോബിൻ ആണെങ്കിലും ഈ പറഞ്ഞ റിനോഷ് ആണെങ്കിലും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് സംസാരിച്ച് എടുക്കുന്നത്. പക്ഷെ അഖിൽ അങ്ങനെയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചത്. അതാണ് അഖിൽമാരൻ എന്ന് പറയുന്ന വ്യക്തി റോബിനും റിനോഷിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. അവർ സംസാരിക്കുന്നത് സ്വന്തം കാര്യം മാത്രമാണ്. എപ്പോൾ എവിടെ വാതുറന്നാലും സ്വന്തം കാര്യങ്ങൾ വെളുപ്പിക്കുക, സ്വന്തം ഞാനും വലിയ സംഭവമാണെന്ന് സ്വയം പൊക്കി പറയുക എന്ന് രണ്ടുപേരാണ് റോബിനും ഇപ്പോൾ റിനോഷുമായിട്ട് തോന്നുന്നത്. അഖിൽ അങ്ങനെയല്ല. അഖിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, സമൂഹത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അഖിൽ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ലായിരുന്നു. അഖിലിൻ്റെ കാര്യം നോക്കി ഒതുങ്ങി ഇരുന്നാൽ മതിയായിരുന്നു. എന്തിനാണ് ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത് എനിക്കറിയില്ല. കാര്യം അവർ ഇതിന് ഇരയായവർക്ക് പരാതി ഇല്ലെങ്കിൽ അഖിലിന് ഇതിനെക്കുറിച്ച് പറയേണ്ട യാതൊരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഇതിന് ഈ ചൂഷണത്തിന് ഇരയായവർക്ക് ഒരു പരാതിയില്ല. പിന്നെ എന്തിനാണ് അഖിൽ ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? കാര്യം അഖിലിനെതിരെ എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടാൻ കാത്തിരിക്കുകയാണ് ഇതുപോലത്തെ പല ആളുകളും. അപ്പോൾ അത് നോക്കിയും കണ്ട് നിൽക്കുന്നതായിരുന്നു അഖിൽ നല്ലത്. പക്ഷേ അഖിൽ എന്ത് വിചാരിച്ചു? എന്നെക്കൊണ്ട് സാധിക്കുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചു. എന്തായാലും റോബിൻ രാധാകൃഷ്ണനും റിനോഷിനും നടക്കാത്തത് മറ്റൊരാൾക്ക് കിട്ടിയെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോംപ്ലക്സ് മാത്രമായിട്ട് എനിക്കിതിനെ ഫീൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. എന്തായാലും കണ്ടു തന്നെ അറിയാം എന്താണ് ഇനി അഖിൽമാരാർ ഇവർക്ക് കൊടുക്കാമെന്ന മറുപടി എന്ന്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം.